ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുണ്യ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസ സമൂഹമേ, പുതിയ ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയിൽ നാം ആയിരിക്കുന്നു. സഭയുടെ ആരാധനാ വർഷത്തിൻ്റെ ക്രമീകരണ പ്രകാരം എൽദോ പെരുന്നാളിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ, ആണ്ടാരംഭ ദിവസം, കർത്താവിൻ്റെ ജനനത്തിന് ശേഷമുള്ള 8-ാം നാൾ ചേലാകർമ്മ പെരുന്നാളും, ഒപ്പം തന്നെ തൃത്വവിശ്വാസം നമ്മെ പഠിപ്പിച്ച ബസേലിയോസ്, ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെയും എല്ലാ ശ്രേഷ്ഠ മൽപ്പാന്മാരുടെയും ഓർമ്മ പെരുന്നാളും ജനുവരി മാസം 1-ാം തീയതി ആഘോഷിക്കുവാൻ നമുക്കിടയായി. ജനുവരി മാസം 3-ാം തീയതി എല്ലാ വർഷവും കഴിഞ്ഞ 61 വർഷമായിട്ട് മലങ്കര സഭയെ ഭാഗ്യമോടെ വാണ, ദീർഘകാലം വാണ്, സത്യവിശ്വാസത്തെ തൻ്റെ ജീവിതം കൊണ്ട് പ്രകീർത്തിച്ച പരിശുദ്ധ പരിമല തിരുമേനിയുടെയും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെയും ശിഷ്യനായി ആ പിതാക്കന്മാരിൽ നിന്ന് ആർജിച്ച ആത്മീയ വീര്യം അടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനിടയായ സ്നേഹപൂർവം കുറിച്ചി ബാവ എന്ന് വിളിക്കുന്ന ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവായുടെ ഓർമ്മ പെരുന്നാളും നാം ആഘോഷിച്ചു. ധന്യതയുടെ ശ്രേഷ്ഠ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് മുന്നമേ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള 5 വാക്യങ്ങളാണ്. വളരെ ഹ്രസ്വമായൊരു വേദഭാഗമായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ ഒരുപാട് അർത്ഥങ്ങൾ നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരു ഭാഗമാണ് ഇത് എന്ന് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളെക്കുറിച്ച് ആണ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും നാം വായിച്ചു കേട്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രത്യേകമായിട്ട് സാക്ഷിക്കുകയാണ്, അവൻ ആത്മാവിൽ ബലപ്പെട്ടു, ജ്ഞാനത്തിൽ വളർന്നു. ആത്മാവിൽ ബലപ്പെടുകയും ജ്ഞാനത്തിൽ വളരുകയും ചെയ്യുന്ന ഒരു കൗമാരം, ഒരു ബാല്യം, ഇതൊക്കെ അടിസ്ഥാനപരമായി ക്രിസ്തുവിൽ നിന്ന് സഭാംഗങ്ങളായ നമുക്ക് എപ്പോഴും ലഭ്യമാകേണ്ടതാണ്. അത് ലഭ്യമാകാതെ വരുമ്പോഴാണ് അനവധി പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ തലമുറ നയിക്കപ്പെടുന്നത്. ആത്മാവിൽ ബലപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ ചാഞ്ചാട്ടങ്ങളോ ചാബല്യങ്ങളോ അവനെ ഏശുകയില്ല. ജ്ഞാനത്തിൽ നിറയുന്നവനെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനാന്ധകാരത്തിൽ നാം ഉഴലുകയില്ല. മറിച്ച് എല്ലാ കാര്യത്തെയും സ്വർഗീയമായിരിക്കുന്നത് സ്പിരിച്വൽ വിസ്ഡം എന്ന് പറയും, അതിൽ നിന്ന് കാണുവാൻ നാം പ്രാപ്തരായിത്തീരും. എന്നാൽ ഇന്ന് അതൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം ആവർത്തിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ വേദഭാഗം. ഇത് ഒരു ചരിത്ര സംഭവമാണ്. ഞാൻ അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന ഏതാനും പാഠങ്ങൾ ഉണ്ട്. ഇവിടെ പറയുകയാണ്, ഹെരോദേസ് രാജാവ് മരിച്ചു. അതിനുശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച യൗസേപ്പിനെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവനോട്, നീ എഴുന്നേൽക്കുക, ശിശുവിനെയും അവൻ്റെ മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് തിരിച്ചു പോവുക. ആരാണ്
ഈ ഹെറോദേസ് രാജാവ്, നമുക്കറിയാം ഹെറോദോസ്മാരുടെ എല്ലാം കഥകൾ നാം പലപ്പോഴായി വായിച്ചിട്ടുണ്ട്. ഈ ഹെറോദോസ് രാജാവ് യേശു ജനിച്ചു എന്ന് കേട്ടപ്പോൾ അവനെ ഉന്മൂലനാശം ചെയ്യുവാൻ, ജനോസൈഡ് ചെയ്യുവാനായിട്ട് കൽപ്പന ഇറക്കിയവനാണ്. എന്നാ എപ്പോഴാ ജനിച്ചേ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇന്നലെ ജനിച്ചാലും കൊള്ളാം, 2 വർഷം മുമ്പ് ജനിച്ചാലും കൊള്ളാം, 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം, എബ്രായ കുഞ്ഞുങ്ങളെയെല്ലാം, ഇസ്രായേൽ ഗ്രഹത്തിലുള്ളവരെയെല്ലാം, യഹൂദ ഗോത്രം മാത്രമല്ല, ഇസ്രായേലിനായ എല്ലാ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയും വധിച്ചു കളയുവാൻ പറയുന്ന ഒരു ഭരണാധികാരി. തമ്മിൽ ചേരാത്ത വാക്കാണ് ഭരണാധികാരി എന്ന് പറയുമ്പോൾ. ഇന്നും നാം വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ വിശുദ്ധ പത്രോസ്ലിഹായുടെ നാമത്തിലുള്ള തക്സായിൽ നിന്നാണ് കുർബാന അർപ്പിച്ചത്. അവിടെ നാം പറയുന്നത്, നിർദ്ദയരായ ഭരണകർത്താക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, അവർക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. വിവേകമില്ലാത്ത ഭരണകർത്താക്കൾ ലോകം ഭരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടും, ആശുപത്രികൾ തകർക്കപ്പെടും, ലോകമെമ്പാടും അനീതി നിറഞ്ഞു നിൽക്കും. ആയുധബലം കൊണ്ട് വിജയിക്കുവാനുള്ള തന്ത്രങ്ങൾ അവർ മെനഞ്ഞുകൊണ്ടിരിക്കും. അന്നത്തെ ഹെറോദോസും ഇന്നത്തെ നേതാക്കളും തമ്മിൽ സാമ്യങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. പ്രതികാരത്തിൻ്റെ ദൈവമല്ല, ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവമാണ് യേശുവിൽ നാം കണ്ട ദൈവിക അനുഭവം. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഒരു സൂചന ലഭിക്കുകയാണ്, ക്രൂരനായ ഹെറോദേസ് മരിച്ചുപോയി, അതുകൊണ്ട് നീ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേലിലേക്ക് ചെല്ലുക. ഒരു കുടുംബം അതിജീവനത്തിൻ്റെ പാതയിലാണ്. കുഞ്ഞിന് ജനിക്കുവാനൊരു സ്ഥലമില്ല, കുഞ്ഞിന് വളരുവാനൊരു സ്ഥലമില്ല, ഒരു ദിനം പോലും ശാന്തതയിൽ ജീവിക്കുവാൻ സ്ഥലമില്ല. പ്രസവിച്ചധികം താമസിക്കുന്നതിന് മുൻപ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് മിസ്രൈമിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന ഒരു കുടുംബം. അവിടെ ജീവിക്കുമ്പോഴാണ് നീ ഇസ്രായേലിലേക്ക് തിരിച്ചു പോക എന്ന് ഈ സ്വപ്ന ദർശനം എന്ന് പറയുന്നത്, ഈ കാര്യങ്ങൾ അറിയുമ്പോൾ, ചരിത്രവുമായി വിലയിരുത്തുമ്പോൾ ദൈവികമായി കിട്ടുന്ന ജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് യൗസേപ്പ് വിചാരിക്കുകയാണ്, നീ നമ്മുടെ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ കഴിയും, അവിടെ നല്ല നാളുകൾ ഉണ്ടാകും. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? അവിടെ ചെന്നപ്പോൾ യഹൂദിയായിൽ ഹെറോദേസിൻ്റെ മകൻ അർക്കലാവോസ് രാജാവായതായിട്ട് അറിയുന്നു. പിതാവിനേക്കാൾ ക്രൂരനായ ഒരു പുത്രൻ ഭരണത്തിലേക്ക് വന്നിരിക്കുന്നുവെന്നുള്ള അറിവുണ്ടാവുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു ഇസ്രായേലിലേക്ക് കടക്കുന്ന സമയത്താണ് ഈ വാർത്ത കേൾക്കുന്നത്. യഹൂദ്യ നാട്ടിലേക്ക് വരാതെ ഇന്ന് നാം ഏറെ കേൾക്കുന്ന ഗാസ മുനമ്പ്, ആ ഗാസ മുനമ്പിനോട് ചേർന്ന് മെഡിറ്ററേനിയൻ നദിയുടെ തീരത്തുകൂടെ വീണ്ടും, മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ തീരത്തുകൂടെ വീണ്ടും വടക്കോട്ട് യാത്ര ചെയ്ത് അവർ നസ്രയത്തിൽ ചെന്ന് പാർക്കുകയാണ്. അത് ഗലീല ദേശമാണ്. അവിടുത്തെ അധികാരി ഹെറോദോസോ അർക്കലാവോസോ അല്ല. അപ്പോൾ ഒരു അതിജീവന ചരിത്രം നാം അവിടെ കാണുകയാണ്. വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും അതിജീവനത്തിൻ്റെ പാതകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ദൈവഹിതത്തെ അറിഞ്ഞ് നന്മയിൽ വളരുവാൻ നമുക്കിടയാകണം. ഇന്ന് ആദ്യ ലേഖന വായനയിൽ പ്രത്യേകം പറയുകയാണ്, യോഹന്നാൻ നമ്മെ ഓർപ്പിക്കുകയാണ്,
നിനക്ക് നീതി ലഭിക്കണമെങ്കിൽ നീ നീതി പ്രവർത്തിക്കണം. നീ നീതിമാനാണെങ്കിൽ നിനക്ക് ദൈവസന്നിധിയിൽ കരുണ ചോദിക്കുവാൻ അവകാശമുണ്ട്. ദ ജസ്റ്റിസ് ആൻഡ് മേഴ്സി, അതൊരു കപ്ലറ്റാണ് അല്ലേ? നീതിയില്ലാത്തടത്ത് നീ കരുണ ആഗ്രഹിക്കേണ്ട. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേ. കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ ഒരു ടോക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ഏറെ ഒരു കാര്യം ശ്രദ്ധയിൽ വന്നു. അദ്ദേഹം പറയാണ്, നമ്മൾ തമ്പുരാനോട് ചോദിക്കുന്ന ഒരു 99% കാര്യങ്ങളും ധനാഢ്യനായ ഒരു മനുഷ്യന് ചെയ്തു തരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം മോന് ജോലി കൊടുക്കണം, അങ്ങനെ ഉണ്ടാവണം, ഇങ്ങനെ ഉണ്ടാവണം. അതൊന്നും ദൈവത്തോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും എൻ്റെ കൂടെ നല്ലൊരു കാശുള്ളൊരുത്തനുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെയെങ്കിൽ നീ ദൈവത്തെ വിളിക്കുകയില്ല. മറിച്ച് ദൈവസന്നിധിയിൽ നീതിമാനായ ദൈവമേ, ലോകത്തോട് കരുണ തോന്നണമേ, റാഹേം മലാൻ ആലോഹാൻ, ഞങ്ങളുടെ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥനയാണ് വേണ്ടത്. ഈ യോഹന്നാൻ നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ പുതുവത്സരത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ എനിക്കും ഓർപ്പിക്കുവാനുള്ളത്, നാം നീതി ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് നീതി ലഭിക്കണമെന്ന് അവകാശപ്പെടുവാൻ നമുക്ക് ന്യായമില്ല. നാം നീതി പ്രവർത്തിക്കുന്നവരാണ്, നാം കരുണയോടെ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നവരാണ് എങ്കിൽ മാത്രമേ ദൈവകൃപ, ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കുവാൻ നമുക്ക് അവകാശമുള്ളൂ എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കണമേ. കടക്കാരോട് ക്ഷമിക്കാത്തവനെ നമ്മുടെ കടങ്ങൾ ക്ഷമിക്കുവാൻ ദൈവസന്നിധിയിൽ അവകാശപ്പെടുവാൻ ന്യായമില്ല എന്ന് ഓർക്കണം. ഇതുപോലെ തന്നെയാണ് ദയയും വിശ്വസ്തതയും. അത് മറ്റൊരു കപ്ലറ്റാണ്. അതുപോലെ തന്നെയാണ് നാം എബ്രായ ലേഖനത്തിൽ നിന്ന് വായിച്ചു കേട്ട ഭാഗത്ത് പറയുന്നു, വിശ്വാസവും രക്ഷയും. ജീവനുള്ള വിശ്വാസം നിനക്കുണ്ടെങ്കിൽ മാത്രമേ അത് പഠിപ്പിക്കുന്നുണ്ടല്ലോ യാക്കോബ് ശ്ലീഹ. ചത്ത വിശ്വാസം കൊണ്ട് ജൽപ്പനം ചെയ്യുന്നവനെ രക്ഷയ്ക്ക് സാധ്യതയില്ല. മറിച്ച് ജീവനുള്ള വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നവനെ രക്ഷ പ്രാപ്യമാണ്. ഇന്നത്തെ ചിന്താവിഷയത്തിൽ നാം കണ്ടതുപോലെ യേശു ക്രിസ്തുവിൻ്റെ കുടുംബം, ഏറെ വാർദ്ധക്യത്തിലുള്ള തൻ്റെ വളർത്തച്ഛൻ യൗസേപ്പ്, അന്ന് ഇന്നത്തെ GPS ഒന്നുമില്ല, ഇന്നത്തെ ആൻറ്റീനായും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന GPS, നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്ന GPS എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള നേരറിവാണ്. അവർക്ക് കാലങ്ങളെയും സമയങ്ങളെയും തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് രാജാക്കന്മാർ, കിഴക്ക് നിന്നെത്തിയ വിദ്വാൻമാർ രാജാക്കന്മാർ എന്നൊക്കെ വിളിക്കുന്നത്. നമ്മുടെ പൂർവികരാണത്. ഈ വർഷം ജനുവരി 1-ാം തീയതി പിറവം വലിയ പള്ളിയിൽ ആണ് വിശുദ്ധ കുർബാന അർപ്പിച്ച് കൊടിയേറ്റ് നടത്തിയത്. നാളെ അവരുടെ പെരുന്നാളാണ്, ധനക പെരുന്നാളാണ്. ഇതിന് വലിയ പാരമ്പര്യം. ക്രിസ്തുജനനം അറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്തവർ, മധ്യപൗരസ്ത്യ ദേശത്തേക്ക് യാത്ര ചെയ്തതിൽ ഒരാളെങ്കിലും മലയാളിയാണെന്നൊക്കെയാണ്. ഇന്ത്യയിൽ നിന്നും എത്യോപ്യയിൽ നിന്നും ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമൊക്കെ എന്ന് വേണ്ട, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് 2000 വർഷങ്ങൾക്ക് അപ്പുറം ഈ സത്യത്തെ അറിയുവാൻ തക്കവണ്ണം വാനനിരീക്ഷണ വിദ്യയിലൂടെ നക്ഷത്രം കണ്ട ദിക്കിലേക്ക് അവർ യാത്ര ചെയ്തു. രാജാക്കൻ ഈ ഹെരോദോസിനോട് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞ എന്നാൽ എല്ലാവരെയും കൊന്നു. പുരോഹിതന്മാരോട് ചോദിച്ചു, ജ്ഞാനികളോട് ചോദിച്ചു. അവരൊക്കെ വലിയ ചർച്ചയായി. ബെത്ലഹേമിൽ
ക്രിസ്തു ജനിക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം വചനം ശരിക്കറിഞ്ഞുകൂടാ. നീയോ ബേത്ലഹേമേ, നീ വലിയ, നിന്നിൽ നിന്ന് രാജാവ് പിറക്കുമെന്ന് എഴുതിയിട്ടുള്ള ദീർഘദർശനമൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അതേ പ്രശ്നം ഇവിടെയും വരുന്നുണ്ട്. നസ്രയത്തിൽ നിന്ന് നന്മ വരുമോ? അതുകൊണ്ട് ക്രിസ്തു നന്മയുള്ളവനാണെങ്കിൽ അവൻ നസ്രയത്തിൽ നിന്ന് വരികയില്ല എന്നൊരു പരാമർശമുണ്ട്. അവൻ ബേത്ലഹേമിലാണ് ജനിച്ചതെന്ന് അറിയാത്തവരാണ് ഇത് പറയുന്നത്. ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ദൈവം പണ്ട് വിവിധമായി ഭാഗമായി അനേകർക്ക് വെളിപ്പെടുത്തി കൊടുത്ത പാർശ്വ സത്യങ്ങൾ, അപ്പോൾ അവർക്കെല്ലാം അറിയാമായിരുന്നു ഈ സത്യത്തിൻ്റെ ഒരു പൂർണ്ണത ക്രിസ്തുവിൽ സംഭവിക്കും. ആ സത്യത്തിൻ്റെ പൂർണ്ണതയെ അന്വേഷിച്ചുകൊണ്ടാണ് അവരെല്ലാം ബേത്ലഹേമിൽ എത്തിയത് എന്നും നാം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. ചുരുക്കത്തിൽ ഈ കുടുംബവും അതുപോലെയാണ്. യൗസേപ്പ് പ്രവർത്തിച്ചത് ലോകപരമായ യുക്തിയിലല്ല. ആയിരുന്നുവെങ്കിൽ മറിയമിനെ അവൻ രഹസ്യമായി ഉപേക്ഷിക്കുമായിരുന്നു. എന്നാൽ സ്വർഗീയമായ അറിവിൽ നിന്ന്, സ്വർഗീയമായ ജ്ഞാനത്തിൽ നിന്ന് അവൻ ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ ആ വലിയ മനുഷ്യന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു എന്ന ആ വലിയ സത്യം, ആ വലിയ സംഭവം, അതിനെ സംരക്ഷിക്കുവാൻ അവന് സാധിച്ചത് എന്ന് നാം ഓർക്കണം. നാളെ ധനഹ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ശുദ്ധമാമുദീസായുടെ പെരുന്നാളാണ്, എപ്പിഫനിയാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏക ദൈവം യോർദാനിൽ വെളിപ്പെടുകയും മുന്നോടിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ട പ്രവാചക പൗരോഹിത്യ കുടുംബത്തിൻ്റെ പ്രതിനിധി യോഹന്നാൻ മാബ്ദാന അവനെ സാക്ഷിക്കുകയുമാണ്. ഇതാ ദൈവത്തിൻ്റെ പുത്രൻ. ആ വലിയ സാക്ഷ്യം പ്രാപിക്കുവാൻ ഈ ദേവാലയത്തിലും നമ്മളായിരിക്കുന്ന ദേവാലയങ്ങളിലും നാളെ ചെന്ന് അതിൽ പങ്കെടുക്കുവാൻ നമുക്കിടയാകണം. ജലാശയങ്ങളെയെല്ലാം വാഴ്ത്തുന്ന അതിമനോഹരമായ ശുശ്രൂഷയാണ് ധനഹായുടെ വെള്ളം വാഴ്വിൻ്റെ ശുശ്രൂഷ. വെള്ളം പറയുകയാണ്, എൻ്റെ സൃഷ്ടാവിനെ എന്നിലേക്ക് സ്വീകരിക്കുവാൻ അവൻ എന്നിലിറങ്ങി സ്നാനമേറ്റപ്പോൾ ഞാൻ വിശുദ്ധയായി തീർന്നു. നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ അഴുക്ക് ജലത്തിലേക്ക് പകരുകയാണ്. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയാകുന്ന ജലത്തിലേക്ക് പ്രവേശിച്ച് മാമുദീസയേറ്റപ്പോൾ ജലം പറയുകയാണ്, എന്നെ സൃഷ്ടിച്ചതിൻ്റെ അർത്ഥം ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ജലാശയങ്ങളെ വാഴ്ത്തുന്ന ശുശ്രൂഷയാണ് നാളെ നടക്കുന്നത്. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കട്ടെ. അപ്പോൾ നാമും ഓർത്തിരിക്കണം, സർവ്വജലാശയങ്ങളെയും ആദരിക്കുവാൻ, പ്രകൃതി വിഭവങ്ങളെ ആദരിക്കുവാൻ, അവ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടെയാണ്. അല്ലാതെ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അച്ഛൻ അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണം, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ വീട്ടിൽ പോവുകയാണ് എന്നുള്ളതല്ല. പ്രപഞ്ചത്തെ മുഴുവൻ ആദരിക്കുവാൻ, ബഹുമാനിക്കുവാൻ, നമ്മുടെ ജലാശയങ്ങൾക്ക് വേണ്ടി, നമ്മുടെ എല്ലാ പഞ്ചമൂലകങ്ങൾക്കും വേണ്ടി, പ്രകൃതിക്ക് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നന്മ വിളങ്ങുവാൻ ഉള്ള യാതനകൾ ഉണ്ടാകുവാൻ ഇടയാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയതിനെ നമ്മെ സഹായിക്കട്ടെ.